നമ്മൾ നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛനും അമ്മയുമാണ് ദൃശ്യങ്ങളിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ അവർ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോയും ഭാര്യയുമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഓലപ്പാമ്പ് എന്നാണ് പോലീസ് നടപടികളെ അവർ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ഒരു ദിവസം 24 മണിക്കൂർ ആകുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ അവർ മാധ്യമങ്ങളോട് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛനും അമ്മയും സ്റ്റേഷന് പുറത്തേക്ക് എത്തി അവർ വാഹനത്തിൽ കയറുകയാണ്. അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മകൻ ലഹരി ഉപയോഗിക്കില്ല, ഇതൊക്കെ ഓലപ്പാമ്പാണ് എന്നാണ് അച്ഛൻ ചാക്കോ പറഞ്ഞതെങ്കിൽ ഇന്ന് 24 മണിക്കൂർ തികയും മുൻപ് ലഹരി കേസിൽ മകൻ അറസ്റ്റിലാവുകയാണ്. ലഹരി ഉപയോഗം മകൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലായിരിക്കാം അവർ പ്രതികരിക്കാതെ വാഹനത്തിൽ പോകുകയാണ്. ഷൈൻ ടോം ചാക്കോ സ്റ്റേഷൻ ജാമ്യത്തിൽ ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡാനി ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ അച്ഛനും അമ്മയും സ്റ്റേഷന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. നടപടിക്രമങ്ങൾ പൂർത്തിയായോ? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഷൈന്റെ മാതാപിതാക്കൾ മടങ്ങുന്നു എന്നതാണ്. അവരെ ഷൈന്റെ മാതാപിതാക്കൾ മടങ്ങുന്നു എന്നതാണ്. അവരെ പോയിരിക്കുന്നു, പുറത്തേക്ക് പോയിരിക്കുന്നു. ഷൈൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഷൈനും പുറത്തേക്ക് പോകും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മാതാപിതാക്കളാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. ഇതുവരെയും ഒന്നും അത് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. യാതൊന്നും പ്രതികരിക്കാതെ തന്നെയാണ് അവർ മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഷൈൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഷൈൻ പുറത്തേക്ക് വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു പകൽ മുഴുവനായും തന്നെ പോലീസ് സ്റ്റേഷനിലടക്കം ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ കാര്യങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ജാമ്യ വ്യവസ്ഥകൾ അതുകൂടി പൂർത്തിയാക്കിയിരിക്കുന്നു. ആൾജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഷൈന്റെ മാതാപിതാക്കൾ മടങ്ങി അല്പസമയത്തിനകം ഷൈൻ ടോം ചാക്കോ കൂടി പുറത്തേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എറണാകുളം നോർത്ത് ടൗൺ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരടക്കം വലിയൊരു സംഘം കൂടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് വരും. ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുമോ എന്നത് വ്യക്തമല്ല. ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുമോ എന്നത് വ്യക്തമല്ല. എന്നാലും പ്രതികരിക്കാനുള്ള മുഴുവൻ സാധ്യതയുണ്ട്. ഇതുവരെയുള്ള ഷൈനിന്റെ ഒരു പെരുമാറ്റവും കാര്യങ്ങളുമെല്ലാം വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളൊന്നും തന്നെയും പറഞ്ഞിട്ടില്ല. എന്നാലും ഈ കേസിൽ 2 പ്രതികളാണ് ഉള്ളത്. ഒന്ന് ഷൈൻ ടോം ചാക്കോ, ഒന്നാം പ്രതി. രണ്ടാം പ്രതി ഉർഷിദാത്ത് എന്ന് പറയുന്ന മലപ്പുറം സ്വദേശിയുമാണ്. 2 പ്രതികൾ കേസിൽ ഉള്ളത്. വൈകാതെ രണ്ടാം പ്രതിയിലേക്ക് അറസ്റ്റും മറ്റു നടപടികളും ഉണ്ടായേക്കും. ഏതായാലും NDPS ആക്ട് പ്രകാരം 27-29 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിന് പ്രകാരം വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, ആൾജാമ്യം അടക്കമുള്ള കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഷൈന്റെ മാതാപിതാക്കളടക്കം ഇവിടെ എത്തുകയുണ്ടായത്. ഷൈന്റെ സഹോദരനും ഇവിടെ വന്നിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളിൽ ഒരു അറസ്റ്റിലേക്കും മറ്റും നീങ്ങിയത് ഷൈന്റെ മൊഴികളുടെ കൂടിയും പോലീസ് കണ്ടെടുത്ത തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അതിലെ ഏറ്റവും നിർണായകമായത് ടെലിഫോൺ രേഖകളുടെ ഒരു തെളിവുകളാണ്. കാരണം ഇതിൽ പ്രധാനമായും പല ഇടപാടുകാരെയും ഷൈൻ ബന്ധപ്പെട്ടതായും അവർക്ക് പണം കൈമാറിയതായും എല്ലാം തന്നെ തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇവരുമായുള്ള കൃത്യമായുള്ള ബന്ധം തെളിയിക്കുന്നതിന് പോലീസിന് സഹായകരമായി. അവരുമായി രഹസ്യമായിട്ടുള്ള
ഈ ഇടപാടുകൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ലഹരി കൈമാറ്റങ്ങൾ ഉണ്ടായിരുന്നു. താൻ ലഹരി ഉപയോഗിച്ചിരുന്നു, മെത്താഫെറ്റമിനും കഞ്ചാവുമായിരുന്നു താൻ ഉപയോഗിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു. കൂത്താട്ടുകുളത്ത് താൻ ഈ ലഹരിയുടെ അമിത ഉപയോഗം മൂലം ചികിത്സ തേടിയിരുന്നതായും ഷൈൻ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യ നടപടികൾ ഇതെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം അല്പസമയത്തിനകം ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നു വന്നിരുന്ന പോലീസിന്റെ അന്വേഷണവും നടപടികൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ അത് പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. ഇനി ബാക്കി രണ്ടാം പ്രതിയിലേക്കും അതോടൊപ്പം തന്നെ ഷൈന്റെ നിർണായകമായ ഒരു മൊഴിയുള്ളത് സിനിമാ മേഖലയിൽ നിന്ന് പലരും തന്നെയും തനിക്ക് ലഹരി എത്തിച്ചു നൽകാറുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് ആരൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം ചെല്ലേണ്ടതുണ്ട്. വൈകാതെ അത്തരമൊരു നടപടികളിലേക്ക് പോകും. ഇടപാടുകാരിൽ ആരൊക്കെയാണ് സിനിമാ സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കണം. പല ഇടപാടുകാരും ഇതിനകം തന്നെ പോലീസ് പിടിയിലാകുന്നു. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് വിതരണം ചെയ്ത തസ്ലീമയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിൽ രാസലഹരി വിതരണം ചെയ്ത അസിസ്റ്റന്റ് ക്യാമറമാനും അടക്കം സിനിമാ മേഖലയുമായി നേരിട്ട് ബന്ധമുള്ളവരായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇനി കൂടുതൽ ഒരു അന്വേഷണത്തിലേക്ക് അടക്കം പോകും. എന്തായാലും ഈ കേസ് ഉടനെ അവസാനിക്കുന്നില്ല. അതിന്റെ തുടർച്ചകൾ ഉണ്ടാകുമെന്ന എല്ലാ സൂചനകളും തന്നെയാണ് നിലനിൽക്കുന്നത്. രേണുക, അല്പസമയത്തിനകം തന്നെ എറണാകുളത്തെ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഷൈൻ സംസാരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നു. നേരത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഷൈൻ്റെ മാതാപിതാക്കൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു. സഹോദരനും അച്ഛനും അമ്മയുമാണ് സ്റ്റേഷനിലെത്തിയത്. അവർ നടപടിക്രമങ്ങൾ പൂർത്തിയായതോടുകൂടിയാണ് പുറത്തേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷനിലുള്ളിലാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഉള്ളത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയത് എന്നതിനാൽ അല്പസമയത്തിനകം തന്നെ ജാമ്യത്തിൽ പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഷൈൻ ടോം ചാക്കോ അന്വേഷണ ഉദ്യോഗസ്ഥരോട് താൻ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സ്ഥിരീകരണങ്ങൾ നടത്തിയിരുന്നു എങ്കിൽ പോലും വിൻസി അലോഷ്യസിന്റെ പരാതി അതൊരു ഗൂഢാലോചന എന്നാണ് ഷൈൻ ടോം ചാക്കോ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ വിൻസി അലോഷ്യസിന്റെ പരാതി ഗൂഢാലോചന എന്നാണ് ഷൈൻ പറഞ്ഞിരിക്കുന്നത്. സെറ്റിൽ തന്നോടുള്ള എതിർപ്പാണ് വിൻസിയുടെ പരാതിക്ക് കാരണം എന്നാണ്